പുഷ്പനയറിയാമോ ഞങ്ങളുടെ പുഷ്പനയറിയാമോ സഖാവിനയറിയാമോ വാരണകാരിയാമോ പുഷ്പനയറിയാമോ ഞങ്ങളുടെ പുഷ്പനയറിയാമോ സഖാവിനയറിയാമോ വാരണകാരിയാമോ മയ്യടിയാറ്റിനും അറിയാം കനകമലക്കാറ്റിനും അറിയാം മയ്യടിയാറ്റിനും അറിയാം കനകമലക്കാറ്റിനും അറിയാം കണ്ടൊടിഞ്ഞേക്കും അവരൊരു നാളിൽ അറിയാമോ ഞങ്ങളുടെ കൃഷ്ണനെയറിയാമോ നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടരുത്, ആരാധനാലയങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത്, പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് മാറി ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കാനും പാർട്ടി പ്രചാരണത്തിനും CPM മുന്നിൽ നിൽക്കുന്നതിന് ഉത്തമ ഉദാഹരണമാവുകയാണ് കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം. പാർട്ടി പതാകകൾ പാറിക്കളിക്കുകയും പാർട്ടിയുടെ വിപ്ലവ ഗാനങ്ങൾ പുഷ്പനെ അറിയാമോ ഉൾപ്പെടെ ഉയർന്നു കേൾക്കുകയും ലാൽ സലാം, DYFI സിന്ദാബാദ് തുടങ്ങിയവ മുഴങ്ങുകയും ചെയ്തതോടെ വിമർശനവുമായി കോൺഗ്രസും BJPയും രംഗത്ത്. നവകേരള സദസ്സ് ക്ഷേത്രഭൂമികളിൽ നടത്താനുള്ള തീരുമാനം തടഞ്ഞ സമയത്ത് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കരുതെന്ന്. ഇത് കാറ്റിൽ പറത്തി ആര് ചോദിക്കാൻ എന്ന ഭാവത്തിൽ CPM നടത്തുന്ന ഈ ഇടപെടലിന് പിന്നിലെന്ത്? RSSനെ ചെറുക്കാൻ ക്ഷേത്ര കമ്മിറ്റികളിൽ സ്വാധീനം ഉറപ്പിക്കണമെന്ന പാർട്ടി നിർദ്ദേശത്തിന്റെ പൂർത്തീകരണമോ? പാർട്ടി ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ CPM സ്തുതികളും ചിഹ്നങ്ങളും ഉയർത്തിക്കാട്ടാനുള്ള നീക്കം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ക്ഷേത്രോത്സവത്തിൽ ചെങ്കൊടിയും ലാൽ സലാമും എന്തിന്? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഡോക്ടർ GV ഹരി, CPM കടയ്ക്കൽ ഏരിയ കമ്മിറ്റി അംഗമായ C ദീപു എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീജിത്ത് പണിക്കർ, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇപ്പോൾ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ ഒരു ഗാനമേളയാണല്ലോ അവിടെ നടന്നത്. അതിനിടെയാണ് ഇങ്ങനെ പാർട്ടി സ്തുതിഗീതങ്ങൾ, അത് ആ പാട്ടിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ DYFI സിന്ദാബാദ്, ലാൽ സലാം തുടങ്ങിയ പ്രയോഗങ്ങൾ വന്നത് അതും ആ പാട്ടിലുള്ളതാണ്. അതേ സമയത്ത് തന്നെ പുറകിൽ LED സ്ക്രീനിൽ പാർട്ടി പതാക, DYFIയുടെ പതാക, പാർട്ടി ചിഹ്നം ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്തു. ഇത് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയമരുത്, ക്ഷേത്രാചാരങ്ങളിൽ ഇടപെടരുത്, രാഷ്ട്രീയ അവിടെ ആയുധമാക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇതിന്റെ ലംഘനമായിട്ടാണോ കാണേണ്ടത്? ശ്രീ മഞ്ജുഷ്, അവിടെ പാടിയിരിക്കുന്ന പാട്ടുകൾ മോശമാണെന്നോ അലോഷി മോശം സിംഗറാണെന്നോ ഉള്ള ഒരു അഭിപ്രായമൊന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല. മറിച്ച് നമ്മൾ ആദ്യം മുതൽ പറയുന്ന ഒരേ ഒരു അഭിപ്രായം ക്ഷേത്രങ്ങൾ ഇതിനുള്ള സ്ഥലമല്ല എന്നതാണ്. നമ്മുടെ മലയാളത്തിൽ ഔചിത്യം എന്നൊരു വാക്കുണ്ട്, വലിയ അർത്ഥമുള്ള ഒരു വാക്കാണത്. നമ്മുടെ ചുറ്റും കാണുന്നതാണ് ലോകമെന്ന് മാത്രം ചിന്തിക്കുന്ന കൂപമണ്ഡൂക ചിന്തയുള്ള ആൾക്കാരോട് ഔചിത്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടോ ക്ലാസ് എടുത്തിട്ടോ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അത് വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. എന്ത് സാഹചര്യത്തിലാണ് ഉചിതം എന്നും എന്ത് സാഹചര്യത്തിലാണ് അനുചിതം എന്നും മനസ്സിലാക്കുന്നതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമലായിട്ട് നമ്മൾ ഈ ഔചിത്യം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്, എന്ത് തരത്തിലുള്ള പരിപാടികളാണ് അവിടെ വേണ്ടത്, ഇതൊക്കെ തന്നെ കുറച്ചുകൂടി വൈകാരികതയോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയവിശാലത ആൾക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. വിപ്ലവഗാനങ്ങളുടെ ആരാധകരാണ് നമ്മളെല്ലാവരും. അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയോട് ആഭിമുഖ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിപ്ലവഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്ഥിതി ഉണ്ടാകൂ എന്നൊന്നുമില്ല. പക്ഷേ വിപ്ലവഗാനങ്ങൾ പാടേണ്ടത് അമ്പലത്തിലല്ല, അമ്പലത്തിൽ ഒരു പരിപാടി നടക്കുന്ന സമയത്തല്ല, തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഒരു മഹോത്സവം നടക്കുന്ന സമയത്തല്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിപ്ലവഗാനങ്ങൾ പാടുന്നത്. അത് പാടുന്നതിന് അതിൻ്റെതായിട്ടുള്ള വേദികൾ ഉണ്ടാകണം, സ്വതന്ത്ര വേദികൾ ഉണ്ടാകാം,
പാർട്ടി പരിപാടി നടക്കുന്ന സ്ഥലമുണ്ടാകാം. ഇപ്പോൾ CPM-ന്റെ പല പല സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനമൊക്കെ നടന്നു. ഇങ്ങനെയുള്ള വേദികളിലൊക്കെ തന്നെ അത് പാടാം. അവിടെ പോയിട്ടാണ് ഇത് പാടേണ്ടത്. അല്ലാതെ ദേവിയെക്കുറിച്ച് പാടേണ്ടടുത്ത് പുഷ്പനെക്കുറിച്ച് പാടുക എന്ന് പറയുന്നതിൽ ഒരു ഔചിത്യമില്ലായ്മയുണ്ട്. ഒരു അമ്പലപ്പറമ്പിൽ എന്ത് പുഷ്പൻ ഏത് പുഷ്പൻ, അമ്പലപ്പറമ്പിൽ എന്ത് DYFI എന്ത് ലാൽസലാം, അതിനൊന്നുമല്ല അവിടെ പ്രാധാന്യമുള്ളത്. എന്നാൽ അവർക്ക് തീരെ പ്രാധാന്യം സമൂഹത്തിൽ ഇല്ല എന്നതിനർത്ഥമുണ്ടോ? ഇല്ല. അതിന് മറ്റുള്ള വേദികളുണ്ട്. ഈ വേദി അതിന് അനുചിതമായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറയുന്ന പല ആൾക്കാരും, ഇപ്പൊ ന്യൂസ് 18-ൽ തന്നെ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ദീപു തന്നെ ആയിരിക്കാം, അത് ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൽ കേട്ടത് തന്നെ ഈ ന്യായീകരിക്കാനായിട്ട് പറയുന്നത് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് ഈ പല പാട്ടുകളും അവിടെ പാടിയത് എന്ന രീതിയിലാണ്. അപ്പൊ ആ പറയുന്നതിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതിനർത്ഥം അവർ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ പാട്ടൊന്നും പാടുമായിരുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ അതിൽ ഔചിത്യക്കുറവുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് എന്നാണ്. ആ പാട്ടുകളല്ല അവിടെ പാടേണ്ടത് എന്ന ബോധ്യമാണ് അതിന് പിന്നിലുള്ളത്. ദീപു, അങ്ങനെയാണോ? ഇത് ഒരു ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, താങ്കൾ പറഞ്ഞതായിട്ടാണ് ഞാനും കേട്ടിരുന്നു, അത് അവിടെ കൂടിയിരുന്നവർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഈ പാട്ട് പാടിയത് എന്ന്, പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനം ആലപിച്ചതെന്ന്. അപ്പോഴും ഒരു കാര്യമുണ്ട്, അവിടെ LED സ്ക്രീനിൽ തിളങ്ങുന്നത് പാർട്ടി പതാകയും DYFIയുടെ പതാകയും പാർട്ടി ചിഹ്നവും ഒക്കെയാണ്. അതാ ലാൽസലാം പാടിയ സമയത്താണ് പാർട്ടിയുടെ ചിഹ്നം പോലും ഉണ്ടായിരുന്നു. എങ്ങനെ ന്യായീകരിക്കും ഇതിനെ? ഇതൊരു ക്ഷേത്രമാണല്ലോ. ശരി, ഞാൻ സംസാരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ സംസാരിക്കുകയോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്താൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചർച്ചകളൊന്നും പങ്കെടുത്തിട്ട ആളല്ല, അത് ആദ്യമേ പറയുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ചർച്ചകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്, അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ വിശ്വാസികളും ഭക്തജനങ്ങൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവിടുത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. പിന്നെ ഈ ഗാനത്തിന്റെ കാര്യം, കഴിഞ്ഞ തവണയും അലൂഷ്യസും അതുപോലെ വേറൊരു ഗായികയൊക്കെ വന്നു വിപ്ലവ നമ്മൾ ഗാനമേള അതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന് പുറത്ത് കോമ്പൗണ്ടിലാണ് നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രകലകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്റ്റേജും സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഉത്സവം പ്രമാണിച്ച് ആളുകളെ ആകർഷിക്കുന്നതിനൊക്കെ ആയിട്ട് ഗാനമേള, അതുപോലെ നാടകം, DJ, ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതനുസരിച്ച് ആണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പൊ ഒരു പാട്ട്, ഒരു ഗാനം, വിപ്ലവ ഗാനം ആവശ്യപ്പെടുന്നവരുണ്ടാവും, മെലഡി ആവശ്യപ്പെടുന്നവരുണ്ടാവും. അപ്പൊ ഒരു ഗാനം അലോഷ്യസ് ഒക്കെ പാടി അവസാനിക്കുന്ന സമയത്താണ് ഈ പാട്ട് ആവശ്യപ്പെടുന്നത്, അലോഷ്യസ് പാടുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ തവണയും പാടിയിട്ടുണ്ട്. ഗൗരി ലക്ഷ്മി വന്നപ്പോഴും ഈ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ പ്രചരണത്തിനൊന്നും ഈ അമ്പലപ്പറമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്, ജനങ്ങളുമായിട്ട് സഹകരിക്കുന്നത്. പക്ഷെ ആ വേദി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പാർട്ടി സമ്മേളന വേദിയോ DYFIയുടെ സമ്മേളന വേദിയോ എന്ന് തോന്നിപ്പോകും. അതിൽ സംശയമില്ലല്ലോ. അത് നമുക്ക് ഇവിടവുമായി ബന്ധമില്ലാത്തതും പരിചയമില്ലാത്തതും കൊണ്ട് തോന്നിപ്പോകണം. നമ്മൾ ഈ ഇരിക്കുന്നവരാരും ഒരു ഉത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടോ ഒന്നും നമ്മൾ നിൽക്കുന്നതല്ലോ. നമ്മൾ താഴെ തട്ടിൽ, എന്നെ പോലുള്ള ആൾക്കാർ, ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്നതിന് മുന്നേ ഏകദേശം 25 വർഷത്തിനു മുമ്പ് ഈ അമ്പലത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഉപദേശക സമിതിയുടെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും അതിന്റെ ഭാരവാഹി അല്ലെങ്കിലും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സഹകരിക്കും, ഇടപെടാറൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പറയുന്ന, നേരത്തെ എന്നോട് ന്യൂസ് 18 ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തി, ഞങ്ങൾ ഹിന്ദുത്വത്തെ അല്ല നോക്കുന്നത്. നമ്മളവിടെ വരുന്ന വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടന്നത്. ആദ്യത്തെ 6 ദിവസം പിന്നെ അവിടുത്തെ ക്ഷേത്രകലകൾ, അതായത് പിന്നെ പരിസരത്തുള്ള കുട്ടികളുടെ ഡാൻസ്, അങ്ങനെയുള്ള പരിപാടികളാണ് അവിടെ നടത്തുന്നത്. ബാക്കി വരുന്നത് ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ പല പല കരക്കാരും മറ്റുമാണ് ഈ പരിപാടികൾ നടത്തുന്ന ക്ഷേത്രം. 72 കര അടങ്ങുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ആ പല കരക്കാരും പല പരിപാടികളാണ് നടത്തുന്നത്. എടുപ്പുകുതി നടത്തുന്നവരുണ്ട്, കെട്ടുകാഴ്ച നടത്തുന്നവരുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നവരുണ്ട്, അന്നദാനം നടത്തുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാം നടത്തുന്നവരുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി പിന്നെ കടയ്ക്കൽ വ്യാപാരി വ്യവസായ സമിതിയാണ് ഈ പ്രോഗ്രാം നടത്തിയത്. ആ പ്രോഗ്രാം നടത്തുന്നത് അവർക്കാണ് സ്റ്റേജ്, ആ ദിവസത്തെ സ്റ്റേജ് അവരാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതിയോ ഒന്നുമല്ല. ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയും ഉപദേശക സമിതിയും അവിടെ ഉത്സവം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക, ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ്, ബാക്കി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ BJPയുടെ കൊടി ഉയർന്നാലും കോൺഗ്രസിന്റെ പതാക ഉയർന്നാലും നിങ്ങൾക്ക്
അപ്പൊ അവിടെ ആരും പതാക ഉയർത്തിയില്ല. LED വാളിൽ കാണുന്നത് എന്താണ്? LED വാളിൽ കാണുന്നത് എന്താണ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന പതാക ആ ക്ഷേത്രത്തിന്റെ പതാകയാണോ കിട്ടുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് ക്ഷേത്രത്തിന്റെ BJPയുടെ കാവി കൊടിയല്ലേ കിട്ടുന്നത്? അത് ക്ഷേത്രത്തിന് പകരം നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു പതാക കൊടിയുണ്ട്. ആ കൊടി മാത്രമാണ് ക്ഷേത്രത്തിൽ കിട്ടുന്നത്. അല്ലാതെ കാവി കൊടിയോ കാവി തോരണങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ക്ഷേത്രത്തിന് ക്ഷേത്ര ആചാര പ്രകാരം ഒരു കൊടിയുണ്ട്. ആ കൊടിയാണ് ഉത്സവ സംബന്ധമായി ഉയർത്തുന്നത്. ആ കൊടി മാത്രമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ ഈ മായി ബന്ധപ്പെട്ട് തിരുവാതിരയുമായി അല്ല മറ്റു ഉത്സവങ്ങളുമായി എന്നിട്ട് റോഡ് നീളെ കാവി കൊടി കെട്ടുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്? ശരി, ശ്രീജിത് പണിക്കർ, ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആൽത്തറ ദേവി ക്ഷേത്രത്തിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊടിതോരണങ്ങളുണ്ട്, അത് അഴിച്ചു മാറ്റണമെന്ന്. ആരെ ഉദ്ദേശിച്ചാണ് മ്യൂസിയം പോലീസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാണല്ലോ. പാർട്ടി പതാക എന്ന് പറയുമ്പോൾ BJP പതാക എന്നാണ്. അതായത് കാവിക്കൊടി അവിടെ ഉയർന്നിട്ടുണ്ട്. അതിനാൽ അങ്ങനെ ഒരു പരാതി വന്നതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് ഇടപെട്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും ശരി, ദീപു ഒരു സെക്കൻഡ്. അപ്പോൾ ദീപു പറയുന്നതും അത് തന്നെയാണ്. ദീപു പറയുന്നു അതാണ്. ശ്രീജിത്ത്, അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കാവി നിറം അല്ലെങ്കിൽ ഈ സാഫ്രൻ കളർ എന്ന് പറയുന്നത് ഹൈന്ദവതയുടെ ഒരു നിറമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് സന്യാസികൾ ഉൾപ്പെടെ ആ നിറം സ്വീകരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു കാവി പതാക കണ്ടതുകൊണ്ടോ കാവി കളറിലുള്ള ഒരു മുണ്ട് ഒരാൾ എടുത്തത് കൊണ്ടോ അത് ഉടനെ തന്നെ RSS ആയി എന്നോ അതല്ല എങ്കിൽ അത് ഉടനെ തന്നെ BJP ആണ് എന്നോ അർത്ഥമില്ല. BJPയുടെ ഒക്കെ പതാകയൊക്കെ തന്നെ വ്യത്യസ്തമാണ്. പിന്നെ ക്ഷേത്രങ്ങളിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു തരത്തിലുമുള്ള റിലീജിയസ് ആയിട്ടുള്ള സിമ്പലിന് പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, ഒരു 10 പതിറ്റാണ്ട് മുമ്പെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഹൈക്കോടതിയും ദേവസ്വം ബെഞ്ചും ഒക്കെ തന്നെ കൃത്യമായിട്ട് ശരിവെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പറയുന്ന സമയത്ത് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അതിനെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കേണ്ടതില്ല. എനിക്ക് ശ്രീ ദീപുവിനോട് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തിന്റെ അകത്തല്ല പുറത്താണ് പരിപാടി നടത്തിയതെന്ന്. എല്ലാ പരിപാടികളും ഈ ലോകത്തുള്ള എല്ലാ അമ്പലങ്ങളിലും നടത്തുന്നത് ക്ഷേത്രത്തിന് പുറത്താണ്. അതിന് ഉള്ളിൽ നടത്തുന്നതെല്ലാം തന്നെ ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൈതാനം എത്ര വിശാലമാണ്, ആ മൈതാനത്തിൽ എവിടെയാണ് ഈ സ്റ്റേജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഓഡിറ്റോറിയം എവിടെയാണ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളൊക്കെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇതോടൊക്കെ പോവുകയും കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ പറഞ്ഞിരുന്ന കാര്യം, ഇവിടെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ആരെങ്കിലും വരുന്നു, ആരെങ്കിലും വന്നതിന് ശേഷം അവിടത്തേക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റേജ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാരുടെ ഒരേ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ലൈറ്റ് ആൻഡ് സൗണ്ട് കൊടുക്കുന്നതിലാണെന്നാണ്. അങ്ങനെയാണോ കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, അവിടെ ആൾക്കാരുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ പാട്ട് പാടിയത് എന്ന് പറയുമ്പോൾ, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ആവശ്യപ്രകാരമാണ് ആ പാട്ട് പാടിയത് എങ്കിൽ അതിനർത്ഥം ആ പാട്ട് പാടാനായിട്ട് അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് വെച്ചാൽ അത് അമ്പലങ്ങളിൽ പാടേണ്ടുന്ന പാട്ടല്ല എന്നുള്ള ബോധ്യം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ്. എങ്കിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ പറയേണ്ടത് എന്താണ്? ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാട്ടല്ല, അത് പാർട്ടി പരിപാടികളിൽ പാടേണ്ടുന്ന പാട്ടാണ്, അതല്ല ഇവിടെ പാടേണ്ടത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, രണ്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. ആരെങ്കിലും അവിടെ RSSന്റെ ഗണഗീതം ഏതെങ്കിലും ഒരെണ്ണം പാടണം എന്ന് പറഞ്ഞിരുന്നാൽ ഉടനെ തന്നെ അലോഷി എന്ന് പാടും? അങ്ങനെയാണോ ചെയ്യുക? അവിടെയുള്ള കമ്മിറ്റിക്കാരും പറയുമോ റിക്വസ്റ്റ് ചെയ്യട്ടെ, പാടാം. ഇനി അത് പോട്ടെ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന പാട്ട് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ശരി, പാട്ടല്ലേ, കലാരൂപമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പാടുമായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ആ സമയത്ത് പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ഔചിത്യമുണ്ട്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ വർഷവും ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നു, ഈ വർഷവും ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നു. ഇത് വളരെ കൃത്യമായി സെറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അവിടെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പാട്ടാണ് അലോഷിയോട് ചോദിക്കുക എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അലോഷി വന്ന് പാടുന്ന സമയത്ത് ചന്ദന ചർച്ചത നീലകളേവരം പാടൂ എന്നാണോ ആൾക്കാർ? അതിനുവേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ടും റെഡിയായിരുന്നു, അതിനുവേണ്ടിയുള്ള വിഷ്വൽസും എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ദീപു. അതുകൊണ്ടാണല്ലോ പാർട്ടി സമ്മേളനം പോലെ തന്നെ ആ വേദി കാണപ്പെടുന്നതും. മഞ്ജുഷ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പാട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ശരി, പാട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് പാടിയത് എന്നൊരു ന്യായീകരണം പറയാം. ബാക്ക്ഗ്രൗണ്ട് റിക്വസ്റ്റ് ചെയ്തോ? ആ പാട്ട് പാടുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇട്ടേലെ ഈ ഗായകന്റെ തൊണ്ടയിൽ നിന്ന് പാട്ട് വരുമെന്നില്ലല്ലോ. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് റിക്വസ്റ്റ് ചെയ്ത് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണോ? DYFIയുടെ കൊടിയും CPMന്റെ പതാകയുമുള്ള ബാക്ക്ഗ്രൗണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ പേരിൽ അതങ്ങ് ഇട്ടേക്കാം എന്നാരെങ്കിലും ഇങ്ങനെ തീരുമാനിക്കുമോ? അങ്ങനെയാണെങ്കിൽ നാളെ കൈപ്പത്തി ഇവിടെ കാണിക്കണം ഒരു പാട്ട് പാടുന്ന സമയത്ത് എന്ന് പറഞ്ഞാലോ? അതല്ല എങ്കിൽ നാളെ BJPയുടെ താമര ഇവിടെ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അങ്ങനെയല്ല. അപ്പോൾ ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, മറിച്ച് അങ്ങനെ അഥവാ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അലോഷി ഏത് തരത്തിലുള്ള പാട്ടുകളാണ് സാധാരണ പാടുന്നത് എന്നും അവിടെ നിന്ന് വരുന്ന റിക്വസ്റ്റ് ഏത് തരത്തിലുള്ള പാട്ടുകൾക്കാണ് എന്നും അറിഞ്ഞുകൊണ്ട് കൃത്യമായി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. താങ്കൾ പറഞ്ഞല്ലോ, ഇത് വ്യാപാര വ്യവസായ സമിതിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വ്യാപാര വ്യവസായ സമിതിയുടെ അഫിലിയേഷൻ ആരുമായിട്ടാണ്? ഏത് സംഘടനയുമായിട്ടാണ്? അവിടെയുള്ള 3 കമ്മിറ്റികളല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ കടക്കൽ ഏരിയ കമ്മിറ്റി ഉൾപ്പെടെയില്ലേ?
അപ്പൊ ഈ കരക്കൽ ഏരിയ കമ്മിറ്റി യൂണിറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് വന്നിരുന്ന് പാട്ടുകൾ ആവശ്യപ്പെട്ട് പാടിക്കാനുള്ള ഒരിടം എന്ന രീതിയിലത്തേക്ക് ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഓഡിറ്റോറിയത്തിനെ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദുരുപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. അത് പറയുന്ന സമയത്ത് അത് ആരോപിക്കുന്ന ആൾക്കാർക്ക് വേറെ ജോലിയില്ല, പ്രതിപക്ഷ നേതാവിന് വേറെ ജോലിയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശരി, ശ്രീ ജി വി ഹരി, പ്രതിപക്ഷ നേതാവിന് വേറെ ജോലിയില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെ വിമർശിക്കുമ്പോൾ ഉയർന്നു വരുന്ന എതിർ ശബ്ദങ്ങൾ. ഹരി, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്? ഈ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ അത് ഈ പാർട്ടി പ്രചാരണ ആയുധങ്ങളാക്കി മാറ്റുന്നു എന്നുള്ള തിരിച്ചറിവാണോ ഇപ്പോൾ കോൺഗ്രസിന് ഇങ്ങനെ ഒരു വിമർശനവുമായി മുന്നോട്ട് വരുവാനുള്ള ഒരു ആഗ്രഹമുണ്ടാക്കിയത്? അതുകൊണ്ടാണോ അത്തരമൊരു വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്? വിഷയം ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രതിപക്ഷ നേതാവിന്റെ പണി ഇതാണ്. അതായത് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം ഈ കേരളത്തിൽ ഉണ്ടായാലും, പ്രത്യേകിച്ച് സർക്കാരും അതോടൊപ്പം തന്നെ തെറ്റായിട്ടുള്ള സമീപനം ഉണ്ടായാലും അത് തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി, അദ്ദേഹത്തിന്റെ ജോലി. അത് ഭംഗിയായി കഴിഞ്ഞ 6-7 വർഷങ്ങളായി, 19 വർഷങ്ങളായിട്ട് അദ്ദേഹം നന്നായിട്ട് ശ്രീ വി ഡി സതീശൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവരൊക്കെ പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഒരു ദേവസ്വം ബോർഡ്, മഞ്ജുഷിന് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. DYFI ആണ് അത് പരാതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSSന്റെ ശാഖകൾ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പരാതി വന്നിരുന്നു. ആ പരാതിയെ അന്നത്തെ ദേവസ്വത്തിന്റെ പത്മകുമാർ എന്നാണ് എന്റെ ഓർമ്മ, ഇന്ന് പത്മകുമാറിന്റെ സംസ്ഥാന കമ്മിറ്റി പോലും ഇല്ല, ആ പത്മകുമാർ അത്തരത്തിലൊരു ഉത്തരവ് കൊടുത്തു. അതേ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ RSSന്റെ ശാഖകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദേവസ്വം ബോർഡിന്റെ എല്ലാ അമ്പലങ്ങളിൽ നിന്നും അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ആ ശാഖകൾ അമ്പലത്തിനകത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ശാഖയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം രാജ്യജനങ്ങൾക്കൊക്കെ അറിയാം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അവര് സംസാരിച്ച്, അല്ലെങ്കിൽ അവരുടെ നേരത്തെ അവിടെ ശ്രീത്ത് പറഞ്ഞ പോലെ ഗണഗീതം മുതൽ ഇങ്ങോട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ. ഇതുപോലുള്ള പുഷ്പനെ അറിയാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് കൂടി എന്തെങ്കിലും വെറുതെ കാട്ടുമോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംവിധാനത്തെ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനം ശരി എന്ന് പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ. ആ തീരുമാനം അതിന്റെ ആവശ്യമില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല അമ്പലങ്ങൾ വിശ്വാസികളുടേതാണ്. ഇപ്പൊ ശബരിമല സംഭവം വന്നല്ലോ, ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഇത് ശബരിമല വിഷയത്തിൽ മാത്രമല്ല, ഏതു മതവിശ്വാസികളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളത് വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, മതവും രാഷ്ട്രീയവും രണ്ടായി കൊണ്ടുപോകണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആൾ കൂടിയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് എന്റെ സ്വകാര്യമായ ഒരു സംഭവമാണ്. അപ്പൊ നോക്കൂ, ഞാനിപ്പോ നോക്കുകയാണ്, ഇവിടെ ദീപു പറഞ്ഞ കാര്യം, ഹരി, ഇവിടെ കാവിക്കൊടികൾ ഉയരുന്നുണ്ടല്ലോ എന്നാണ്. അതിനപ്പോൾ പ്രതിപക്ഷ നേതാവിന് ബുദ്ധിമുട്ടില്ലേ എന്നാണ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ അതൊക്കെ വരുന്ന മഞ്ജുഷെ. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കടയ്ക്കൽ ദേവി ക്ഷേത്ര ഓഡിറ്റോറിയം, അപ്പം അത് വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഓഡിറ്റോറിയം ഒന്നും അല്ലല്ലോ, കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ, ഇനി പോട്ടെ, ഇപ്പൊ ദീപ് പറഞ്ഞതുപോലെ അവിടെ ചിലപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, തരത്തിൽ അദ്ദേഹം അവിടെ ഇരുന്ന പ്രേക്ഷകർ ആവശ്യപ്പെട്ടു പുഷ്പനെ അറിയാമോ എന്ന ഗാനം കേൾക്കണം. ആയിക്കോട്ടെ, പുഷ്പനെ അറിയിച്ചോ, കുഴപ്പമില്ല, പാടിക്കൂ. പക്ഷേ അതിന്റെ പുറകിൽ DYFIയുടെ കൊടി കാണിക്കുന്നതാണെങ്കിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. എത്ര വലിയ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കായി, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു വലിയ അവാർഡ് കൊടുക്കണം, അവന് നൊബേൽ സമ്മാനം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ പറയാറുള്ളൂ വലിയ സമ്മാനങ്ങൾ അവന് കൊടുക്കണം. കാരണം അത്ര മിടുക്കനാണ്. പാട്ട് കേൾക്കുന്നതിന് മുമ്പ് DYFIയുടെ കുടിയിടാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡിജിറ്റൽ സംവിധാനമുള്ള ഒരുത്തനാണെങ്കിൽ അവരെ നമ്മൾ ആദരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. ഇതൊക്കെ ദീപു ഒരുപക്ഷെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതൊക്കെ കൃത്യമായി പറയാൻ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ മെയ്വഴക്കത്തോടുകൂടി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദീപു, എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ കൃത്യമായി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഇതിൽ മാത്രമല്ല കേട്ടോ, എല്ലാ അമ്പലങ്ങളും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ പ്രഖ്യാപിതമായ CPMന്റെ നയമാണ്. ഞാൻ പറയുന്നത്, എന്തിനാ ഈ അമ്പലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത്? വിശ്വാസികൾ അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷണം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് മഞ്ജുഷനോട് ചോദിച്ചു, കാവിക്കൂടി വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RSSനെ അന്ന് ഇതൊക്കെ ഈ പറയുന്നത് പോലെ എല്ലാ ദേവസ്വങ്ങളുടെയും അമ്പലങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പലങ്ങളും ഒരു ആരാധനാലയങ്ങളും, ഇത് മാത്രമല്ല, അത് പള്ളിയായിക്കോട്ടെ, മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, ഗുരുദ്വാര ആയിക്കോട്ടെ, അതെല്ലാം വിശ്വാസികൾക്കുള്ളതാണ്. അവിടെയുള്ള ആചാരങ്ങൾ അവിടെയുള്ള വിശ്വാസികൾക്കാണ്. വിശ്വാസമുള്ളവർ അവിടെ പോയാൽ മതി. വിശ്വാസത്തിന്റെ പേരിൽ പറഞ്ഞ് പേക്കൂത്ത് നടത്തുന്ന സമീപനം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിന് പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ അതിഗംഭീരമായ പല പരിപാടികളും അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും
നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും എന്താണ് വൃത്തികെട്ട തരത്തിലുള്ള പരിപാടിയിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ കരോക്കെ കഴിഞ്ഞതിന്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഡാൻസ് വന്നപ്പോൾ ആ ഡാൻസ് പിന്നെ അടുത്ത വർഷം മുതൽ ഉണ്ടാകരുത്. കാരണം ഡാൻസ് എന്നൊക്കെ പറയുന്നത് സിനിമാറ്റിക് ഡാൻസുകൾ അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ പരിപാടികൾ കുറച്ച് സ്റ്റാൻഡേർഡ് വരുത്തി, അതായത് എന്ത് പേക്കൂത്തും കാണിക്കാനുള്ള സ്ഥലമല്ല അമ്പലം എന്നതുകൊണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് അനുമതി കൊടുക്കുന്നില്ല. അത് മാത്രമല്ല അമ്പലത്തിനുള്ളിലാണെങ്കിൽ അതിനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി തന്നെ. ഇനി ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലാണെങ്കിൽ അതിലേറെ, കാരണം പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിനകത്ത് താങ്കൾക്ക് അറിയാവുന്നതുപോലെ അമ്പലത്തിനകത്ത് നടത്തുന്ന, നേരത്തെ ശ്രീത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓട്ടം തുള്ളൽ പോലുള്ള കാര്യങ്ങൾ, കൂത്ത് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അമ്പലത്തിനുള്ളിൽ നടത്തും. അമ്പലത്തിന് പുറത്ത് നടത്തുന്നത് കമ്മിറ്റിക്കാരാ, പ്രത്യേക കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി എടുക്കും. ഇപ്പൊ നേരത്തെ ദീപ് പറഞ്ഞതുപോലെ ഇതൊരു ഉത്സവ കമ്മിറ്റി ആയിരിക്കും നടത്തുന്നത്. ആ ഉത്സവ കമ്മിറ്റിയിലകത്ത് തലയിൽ ആളുതാമസം അല്ലെങ്കിൽ തലയിൽ അല്പം ബോധമൊക്കെ ഉള്ള ആളുകളായിരിക്കും ഉണ്ടാവും. അവർക്കൊക്കെ അറിയാം എന്ത് പരിപാടി അവിടെ നടത്തണം, എന്ത് പരിപാടി അവിടെ നടത്തിക്കൂടാ. അതുകൊണ്ട് ഇതൊന്നും കാണിച്ചുകൊണ്ടൊന്നും, അല്ലെങ്കിൽ ഇന്നലെ ഒരു പാട്ടൊക്കെ പാടി ഇതൊക്കെ കാണിച്ചത് കൊണ്ടൊന്നും ജനങ്ങളാരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. നിങ്ങളെ പുച്ഛത്തോടു കൂടി മാത്രമേ കാണുകയുള്ളൂ. ദയവേത് ഇത്തരത്തിലുള്ള പേക്കൂത്തുകളുമായി ക്ഷേത്രങ്ങളെ ജനങ്ങൾ അവരുടെ മനസ്സിൽ എന്താണ് നമ്മൾ പറയാറില്ല, എന്താണ് വിഗ്രഹം പോലെ, വളരെ വലിയ വിഗ്രഹം പോലെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. ഞാനൊക്കെ അങ്ങനെ കാണുന്ന ആളുകളാണ്. ശരി, ഡോക്ടർ ബി ജയരാജ്, പാർട്ടിയുടെ ഒരു നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു ഈ പാർട്ടി കമ്മിറ്റികളിൽ, അത് RSSനെ നേരിടുന്നതിന് വേണ്ടിയാണ്, പാർട്ടിക്കാരുടെ സ്വാധീനം കൂട്ടണം എന്നുള്ള കാര്യം. അതായത് കമ്മിറ്റികളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ ആ നിർദ്ദേശം. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരുമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേണ്ടത് എന്ന് നിർദ്ദേശം നൽകിയത് എന്ന്. പാർട്ടിയുടെ പ്രചാരണം ഈ അമ്പലങ്ങൾ വഴി നടത്തണം എന്നുള്ളത് തന്നെയാണല്ലോ, അതാണല്ലോ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. മഞ്ജുഷേ, ഈ അമ്പലങ്ങളെന്ന് പറയുമ്പോൾ സാധാരണ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാട് ആരാധനാലയങ്ങൾ മാത്രമെന്നല്ല, അതൊരു കൾച്ചറൽ സെന്റർ ആയിട്ടാണ് സാധാരണഗതിയിൽ ആളുകൾ നോക്കിക്കാണുന്നത്. ആ കൾച്ചറൽ സെന്ററിൽ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തും. നമ്മൾ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പാട്ടമാക്കി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലുള്ള നാടകങ്ങളും വി സാംബശിവന്റെ കഥാപ്രസംഗങ്ങളും ഒക്കെ നടന്നത് ക്ഷേത്രങ്ങളിലൂടെ തന്നെയാണ്. അന്ന് ആരും ഇതൊന്നും ഓപ്പോസ് ചെയ്തിട്ടില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. 10 വർഷത്തിന് മുമ്പ് കൊല്ലത്ത് വിഷ്ണുത്താവ് ദേവി ക്ഷേത്രത്തിൽ വെച്ച് MG ശ്രീകുമാറിന്റെ, പ്രശസ്ത ഗായകൻ MG ശ്രീകുമാറിന്റെ ഒരു പരിപാടി നടന്നു. ആ പരിപാടിയിൽ മതമൈത്രിയുടെ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദ്യമേ ഒരു ഹിന്ദു ഭക്തിഗാനം പാടി, അതിനുശേഷം ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടി. പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരു ഇസ്ലാം ഭക്തിഗാനം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭക്തിഗാനം പാടിയപ്പോൾ അവിടുത്തെ സംഘപരിവാറിൽപ്പെട്ട സാമൂഹ്യ വിരുദ്ധർ അടിവരയിട്ട് ഞാൻ പറയും, ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചു. അവർ സ്റ്റേജ് റാൻസാക്ക് ചെയ്തു, സ്റ്റേജിലെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. MG ശ്രീകുമാർ കണ്ണീരോടുകൂടിയാണ് ആ സ്റ്റേജ് വിട്ടത്. ഇനി ഒരിക്കലും ഞാനിവിടെ പാടാൻ വരില്ല എന്ന് പറഞ്ഞു പോയൊരു ഗായകന്റെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മഞ്ജുഷ്. അങ്ങനെ അത്തരത്തിലുള്ള ഹൂളിഗനിസം എത്രയോ ക്ഷേത്രങ്ങളിൽ ബാൻഡ് മേളം ഗണഗീതത്തിന്റെ അകമ്പടിയോടുകൂടി നടന്നു പോകുന്നത്, അവരുടെ ആയുധ പരിപാടികളുമായിട്ട് വടിയും കറക്കി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിളിച്ചിട്ടുള്ളൊരു മുദ്രാവാക്യമുണ്ട്, അന്തിക്കമ്പലം മുറ്റത്ത് 6 അടി കുറുവടി മുളവട ഏന്തി കോലുകളിക്കും RSS. ആരോടാടാ കോലുകളി എന്ന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ആവേശത്തോടുകൂടി തന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ചേർത്ത് നിന്നിട്ടുണ്ട്. അല്ല, അതിന്റെ സ്ഥാനത്താണല്ലോ ഇപ്പോൾ പുഷ്പനെ അറിയാമോ എന്നുള്ള വിപ്ലവഗാനം ഉയർന്നു കേൾക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ അതിവിടെ പറഞ്ഞുവല്ലോ. തീർച്ചയായിട്ടും ഒഴിവാക്കിയ കാര്യം ഇവിടെ പറഞ്ഞുവല്ലോ. അപ്പോൾ അതിന്റെ സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത് CPMന്റെ വിപ്ലവഗാനങ്ങളായിരിക്കും. അതാണല്ലോ ഇവിടെ കണ്ടത്. അങ്ങനെയല്ല ഇതിനകത്ത് കാണേണ്ടുന്നത്. ഇപ്പൊ അലോഷിയുടെ ഒരു പാട്ട്, അലോഷി ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പാടുന്നുണ്ട്. അവിടെ എല്ലാം പാടുന്ന ഒരു പാട്ടുകളാണ് ഈ പറഞ്ഞ കണക്കുള്ള ലാൽ സലാം സഖാക്കൾ എന്നുള്ള പാട്ട്, പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട്. അലോഷിയുടെ ഒരു പാക്കേജിലുള്ള പാട്ടാണ്. പല സ്ഥലത്ത് ഞാൻ 2-3 സ്ഥലത്ത് അലോഷിയുടെ ഗാനമേള കേട്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് അലോഷി ഇത് പാടുന്നത്. ഫിലിം ഫെസ്റ്റിവലിന് പാടിയപ്പോഴും ഇതേ പാട്ടുകൾ ആവശ്യപ്പെട്ടു, അവിടെ നിന്ന് ആളുകൾ ആവശ്യപ്പെട്ടു. എന്തോ ഒരുപക്ഷെ അലോഷി അത് പാടണമെന്ന്, അത് പാടി കേൾക്കണമെന്ന് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് രാഷ്ട്രീയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നവരും അലോഷി കൊണ്ട് ഈ പാട്ട് പാടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അലോഷിയെ ന്യായീകരിക്കാനെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിഷ്വൽസ് ആണ്. ഒരു പാട്ട് വരുന്നുണ്ടെങ്കിൽ ഏത് വിഷ്വൽസ് ആണ് വരേണ്ടതെന്നുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. അല്ലാതെ പർപ്പസ്ഫുള്ളി നേരത്തെ തന്നെ ചെങ്കൊടി ഇട്ടോ അല്ലെങ്കിൽ DYFIയുടെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചോ പാടണമെന്നൊന്നും ഉദ്ദേശത്തോടു കൂടി ചെയ്തതൊന്നുമല്ല. അവിടെ വന്നു ഒരു പാട്ട് ആവശ്യപ്പെടുത്തു. എന്തെല്ലാം പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ക്ഷേത്രത്തിൽ, മണലിൽ ശിവക്ഷേത്രത്തിൽ, അവിടെ ഒരു മൈക്ക് ഓപ്പറേറ്റർ ഉണ്ട്. ആദ്യമേ ക്ഷേത്രത്തിന് വേണ്ടി മൈക്ക് കണക്ട് ചെയ്യുന്നുണ്ടെ അവൻ വിടുന്ന പാട്ട് കണ്ണുറക്കാത്ത ദൈവങ്ങൾ എന്നുള്ള പാട്ടാണ്.
പലതവണയും ഞാനിത് കേട്ട് ചിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വിജയ് ഈ പാട്ട് നിർത്ത്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ ഒഴിച്ച് വേറെ ഏത് പാട്ട് വേണമെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിലിടൂ എന്ന് പറഞ്ഞിട്ട് അതുപോലെ അറിയാതെയാണ് ഈ വിജയൻ ഇത് ഇടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി രസകരമായ അനുഭവങ്ങളുണ്ട്. ഏത് പാട്ട് എവിടെ എങ്ങനെയൊക്കെ ഔചിത്യത്തിനെ കുറിച്ച് ശ്രീജിത്ത് പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമല്ല. ഒരു കലാകാരൻ ഒരു പരിപാടി അവതരിപ്പിച്ചു, അത് രാഷ്ട്രീയ പ്രചരണത്തിന്. ഡിവൈഎഫ്ഐ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മെഡിക്കൽ കോളേജിലടക്കം പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങളുടെ ചോരയും നീരുമായിട്ട് തൊഴിലല്ലെങ്കിൽ ജയിൽ പോലുള്ള മനുഷ്യച്ചങ്ങല പോലും വലിയ പരിപാടികൾ തീർത്തൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് വളരാൻ വേണ്ടി ഇത്തരം ഒരു വേദി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരം ഒരു വീതിയിലൂടെ പ്രസംഗിക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ RSSകാരന് വേണ്ടി വന്നേക്കും, ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത അസഹിഷ്ണുതായ കോൺഗ്രസുകാർക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കും. ഡിവൈഎഫ്ഐക്കാർക്ക് എന്തായാലും അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ പരിമിതമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും എന്റെ പരിമിതമായ ജ്ഞാനം കൊണ്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ പേക്കൂത്ത് കാണിച്ചത്? അലോഷിയെ നിന്ദിക്കുകയല്ല, അലോഷിയെ മോശക്കാരനാക്കുകയല്ല, അലോഷിയുടെ പാട്ടിനെ മോശമാക്കുകയല്ല. പക്ഷേ ഇത് അമ്പലനടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിമർശനം ഉണ്ടായത്. അതിനോട് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട്, അവരതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രശ്നമൊന്നുമില്ല. അതായത് ഇനിയും ആവർത്തിക്കും, മറ്റു സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കുമെന്ന് തന്നെയാണല്ലോ പറയുന്നത്. ഈ പേക്കൂത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പേക്കൂത്ത് എന്നുള്ള വാക്ക് മഞ്ജുഷ, പേക്കൂത്തുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ബാല എന്ന് പറഞ്ഞ എന്തെല്ലാം പേക്കൂത്തുകളാണ് അവിടെ കാണിക്കുന്നത്. തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ നാടകം ഉണ്ടായിരുന്നു, അവിടെ കാണിച്ചത് ഡ്രാക്കുള എന്ന് പറഞ്ഞ നാടകമാണ്. ഡ്രാക്കുള ക്ഷേത്രമായിട്ട് എന്താണ് ബന്ധം? ഡ്രാക്കുള എന്ന് പറഞ്ഞിട്ടൊരു നാടകം, അതിനകത്ത് ഡ്രോം സ്റ്റോക്കറിന്റെ കഥയാണ് കാണിക്കുന്നത്. പക്ഷെ ആളുകളെല്ലാം നിറഞ്ഞ സദസ്സിലാണ് നാടകം കണ്ടത്. ഞാനും പോയിരുന്ന് കണ്ട നാടകമാണ് ഈ ഡ്രാക്കുള. എന്താണ്, സിനിമ കണ്ടിട്ടുണ്ട്, നാടകം കണ്ടിട്ടില്ല, ഇനി കലാനിലയം കൃഷ്ണനായരുടെ ഡ്രാക്കുള പോലെ വല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കുന്നൂർശാല ക്ഷേത്രത്തിൽ, ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തിയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ, പലതരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ, ഡാൻസ് പ്രോഗ്രാമുകൾ, DJ പാർട്ടികൾ, ഇതൊക്കെ നടക്കും. ഇതൊക്കെ ഡിമാൻഡാണ്, ഓരോരുത്തരും ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് അങ്ങനെ ചിലപ്പോൾ പെറിഫറലായിട്ട് ചിലപ്പോൾ ഇതൊക്കെ കേട്ടാൽ രോമാഞ്ചം തോന്നുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ആവശ്യപ്പെടുന്നുണ്ട്, അത് പാടും. അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ടത് കാര്യമാണ്. ഈ ഗണഗീതം നേരത്തെ പാടിക്കൊണ്ട് ബാൻഡ് അടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ശ്രീ ജയരാജ് അല്ല, നോക്കൂ, അങ്ങനെ ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി എന്നതിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ ക്ഷേത്രമുറ്റത്ത് വെക്കുന്ന പരിപാടി. ക്ഷേത്രത്തിന്റെ പരിപാടിയാണ്. അതല്ലാതെ അവിടെ ഒരു കൾച്ചറൽ പരിപാടിയായിട്ട് കടക്കൽ വേറെ ഒരു സ്ഥലത്തത് ചെയ്യുകയോ ഡിവൈഎഫ്ഐയുടെ തന്നെ നേതൃത്വത്തിൽ ചെയ്യുകയോ അതല്ല എങ്കിൽ വിവിധ വ്യാപാര വ്യവസായ സമിതികളുടെ ആഭിമുഖ്യത്തിൽ ചെയ്യുകയോ ആര് ചെയ്തു കഴിഞ്ഞാലും ഇക്കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള വേദികൾ വഴിയാണ് ഈ ഗായകരൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതും അങ്ങനെയുള്ള വേദികൾ വഴി തന്നെയാണ് ഈ പാട്ടുകളൊക്കെ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ അതിലാരെങ്കിലും ഏതെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമില്ല. പക്ഷെ ഇവിടെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന പാട്ട് ഒരു ക്ഷേത്രത്തിൽ പാടുന്ന സമയത്ത് അതിൽ വലിയ അനൗചിത്യമുണ്ട് എന്ന് കണ്ടെത്തുന്ന ആൾക്കാർക്ക് പുഷ്പനെ അറിയാമോ എന്നൊരു ക്ഷേത്രമുറ്റത്ത് ചോദിക്കുന്നതിന്റെ സാങ്കേതികത എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സാങ്കത്യം എന്താണ്, ഈ കാര്യത്തിനെ പറ്റി എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത്? പുഷ്പനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ടെക്നിക്കലിയാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും എന്ത് സമരത്തിന് വേണ്ടിയിട്ടാണോ പുഷ്പൻ അന്ന് ജീവിക്കുന്ന രക്തസാക്ഷി പോലെ അദ്ദേഹം ഏതാണ്ട് 30 വർഷത്തോളം അങ്ങനെ ഒരു കിടപ്പായി പോയത്, ആ ആശയത്തിനെ പുഷ്പൻ എന്ത് ആശയത്തിന് വേണ്ടിയിട്ടാണോ നിലനിന്നിരുന്നത് ആ ആശയത്തിനെ ചവച്ചിറക്കി വെള്ളം കുടിച്ച പാർട്ടിയാണ് CPM. അത് മുഴുവൻ മാറ്റി. സ്വാശ്രയ ഇടപെടലാണെങ്കിലും സ്വാശ്രയ വിദ്യാഭ്യാസത്തിലെ സ്വകാര്യവൽക്കരണമാണെങ്കിലും സ്വകാര്യ സർവകലാശാലയാണെങ്കിലും വിദേശ സർവകലാശാലയാണെങ്കിലും ഒക്കെ CPM തിരുത്തി. പാവം പുഷ്പൻ എങ്ങനെ രക്തസാക്ഷിയായി പോയി, ജീവിക്കുന്ന രക്തസാക്ഷിയായി പോയി എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആ നയം പോലും ഇന്നില്ല. എന്നിട്ട് നിങ്ങൾ ആ നയം തിരുത്തിയിട്ട് അതേ വർഷം വന്നിരുന്നിട്ട് അമ്പലമുറ്റത്ത് വന്നിരുന്നിട്ട് പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളോട് തിരിച്ചു ചോദിക്കണം, നിങ്ങൾക്കറിയാമോ പുഷ്പനെ അറിയാമോ? എന്തിനാണ് പുഷ്പൻ വെടികൊണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തുകൊണ്ടാണ് പുഷ്പൻ എങ്ങനെ കിടപ്പായെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാ ചോദിക്കേണ്ടത്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതൊക്കെയും ക്ഷേത്രമുറ്റത്ത് വരേണ്ടത് കാര്യമല്ല. ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിനെ, ക്ഷേത്രത്തിൻ്റെ പറമ്പിനെ, ക്ഷേത്രത്തിൻ്റെ അസറ്റിനെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കോടതിയുടെ വിധിയാണ്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ കൃത്യമായ വിധിയാണ്. ദേവസ്വം ബെഞ്ച് അല്ലാത്ത സമയത്ത് പോലും ഹൈക്കോടതി ഇതേ വിധി പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പരിപാടികൾക്ക് ആരാധനാലയങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഇതേ ക്ഷേത്രത്തിൽ തന്നെയാണല്ലോ. ഇതേ ക്ഷേത്രത്തിനെതിരെ വന്ന ഒരു പരാതി കൂടിയായിരുന്നുവല്ലോ അത്. അതിലേക്കാണ് ഞാൻ വരുന്നത്.
അതാണ്. അതായത് നമ്മളിപ്പോ ശ്രീ ജയരാജ് തന്നെ പറഞ്ഞു കൾച്ചറൽ പരിപാടികളെ ക്ഷേത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന്. അങ്ങനെയില്ല. ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള കൾച്ചറൽ പരിപാടികളുണ്ട്. അതിനാണ് ക്ഷേത്ര കലകൾ എന്ന് പറയുന്നത്. ക്ഷേത്ര കലകളൊക്കെ ഇന്ന് അന്യം നിന്നു എന്ന് വിലപിക്കുന്നതിന്റെ കാരണം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, പകരം നൂതനമായിട്ടുള്ള മറ്റ് കലകളിലേക്കൊക്കെ തന്നെ ആൾക്കാർ തിരിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ രണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ, അതിലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. ഡാൻസ് നടന്നോട്ടെ, പിന്നെ ഓട്ടം തുള്ളലും നടന്നോട്ടെ. പക്ഷേ നമ്മൾ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്ന വേദികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് കുറച്ചുനാൾ മുമ്പ് ഇതേ കടക്കൽ ക്ഷേത്ര മൈതാനിയിൽ നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു. രാഷ്ട്രീയ പരിപാടിയേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി, അവർക്ക് ആസൂത്രണം അതിനനുസരിച്ച് നടത്തുന്നതിന് വേണ്ടി, എന്തൊക്കെയാണ് നമ്മൾ സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നതിന് വേണ്ടി, ഭാവിയിൽ ഇനി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരെ അറിയിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് നടത്തിയത്. ആ നവകേരള സദസ്സിന്റെ വേദിയായിട്ട് കൊല്ലം ജില്ലയിലുള്ള ഇതേ കടക്കൽ ദേവീക്ഷേത്ര മൈതാനിയിലേക്ക് വലിയ സ്റ്റേജ് ഉയർന്നതാണ്. ശ്രീ ദീപുവിന് അറിയാമായിരിക്കുമല്ലോ. അതേപോലെ കൊല്ലത്ത് തന്നെ ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം, അവിടുത്തെ മൈതാനിയിലും ഇതേപോലെ തന്നെ കൂറ്റൻ വേദി ഒരുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം തന്നെ ഇതിന്റെ മറവിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണ വേലകളാണെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ പോയിട്ട് 2 വർഷം മുമ്പാണെന്നേ. ആദ്യം ചക്കുവള്ളി കേസ് പരിഗണിച്ചു, അതിനുശേഷം കടക്കൽ കേസ് പരിഗണിച്ചു, അതിനുശേഷം പറഞ്ഞു ഇവിടെ ഇത് പറ്റില്ല എന്ന്. എന്താ കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിരുന്നില്ലേ? അവിടെ CPM-ന്റെയോ DYFഐയുടെയോ ഫ്ളാഗുകൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ മുഖ്യമന്ത്രി മന്ത്രിസഭ മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്നത്. ആയിരുന്നു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ്. നിങ്ങളോട് ആശയവിനിമയം നടത്തുകയാണ്, നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുകയാണ്. നല്ല കാര്യമല്ലേ? പക്ഷെ അതിനു പോലുമുള്ള വേദിയല്ല ക്ഷേത്രം. അതിന് മറ്റു മാർഗങ്ങളുണ്ട്, മറ്റു മൈതാനങ്ങളുണ്ടായിരിക്കും, മറ്റ് സ്ഥലങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേദികൾ കണ്ടെത്താം. ക്ഷേത്രത്തിന്റെ മൈതാനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് പറഞ്ഞത്. ഈ ആദ്യം മുതൽ തന്നെ നമ്മൾ പറയുന്നത്, ഞാൻ ആദ്യം ഒരുപക്ഷെ ശ്രീ ജയരാജ് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ പാട്ടുകൾ മോശമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഈ പാട്ടുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനങ്ങൾ കേൾക്കുന്ന സമയത്ത് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാളിനും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും, എന്ത് പ്രത്യയശാസ്ത്രമാണെങ്കിലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിപ്ലവ വീര്യം ഉണ്ടാകും. അത് ഈ പാട്ടുകൾക്കുള്ള ഒരു താളവും അതിന്റെ വരികൾക്കുള്ള ഒരു ഭംഗിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ പാട്ട് പാടുന്ന ആൾക്കാർ മോശക്കാരാണെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ ഒരൊറ്റ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇവിടെ അല്ലത് പാടേണ്ടിയിരുന്നത്, ഈ സ്ഥലത്തല്ലത് പാടേണ്ടിയിരുന്നത്, അത് പാടാനുള്ള മറ്റു വേദികളുണ്ടായിരിക്കും. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ ശ്രീ ജയരാജ് ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം താങ്കളോട് ചോദിക്കുകയാണ്, ഇത് നടന്നിരിക്കുന്നത് കൊല്ലം ജില്ലാ സമ്മേളനമാണോ, പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണോ, പാർട്ടിയുടെ മധുരയിൽ നടക്കുന്ന ദേശീയ സമ്മേളനമാണോ, അതോ അമ്പലത്തിലെ പരിപാടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് അമ്പലത്തിലെ പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതേപോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ശരിയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ദീപു, സംശയമില്ല, ഇതൊരു പാർട്ടി സമ്മേളന വേദിയാണെന്നേ തോന്നുകയുള്ളൂ. അത് മാത്രമല്ല, നവകേരള സദസ്സിന്റെ സമയത്ത് ഇതേ ക്ഷേത്രത്തിനെതിരെ തന്നെയാണല്ലോ ഹൈക്കോടതിയിൽ പരാതി പോയതും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നൽകിയതും. ക്ഷേത്രങ്ങളെ ഈ രാഷ്ട്രീയം കളിക്കുവാനുള്ള വേദികളാക്കരുത് എന്ന്, രാഷ്ട്രീയ പരിപാടികൾ നടത്തുന്നത് വേദികളാക്കരുത് എന്ന്. അതൊന്ന് പറഞ്ഞോട്ടെ ദീപു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വിശ്വാസികളൊന്നും അല്ല പോയത്, ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അതിന് പോയത്. ഇവിടെ നടത്താൻ പറ്റില്ല. ഈ നവകേരള സദസ്സ് കേരളമൊട്ടാകെ നടന്ന് അതിന്റെ ഒരു അലയൊലി, അതിന്റെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും എല്ലാം കണ്ട് വിരളി പിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ പോയി ചെയ്തതാണ്. ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് കേസ് കൊടുക്കുമ്പോൾ ഹൈക്കോടതി വേറൊന്നും ചോദിക്കില്ല. അപ്പൊ പല വിധികളുമാണെന്ന് അറിയില്ല. ആ വിഷയം അത് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സംഭവിച്ചത്. കൃത്യമായിട്ട് പറയുന്നുണ്ട് ദീപു. 2023 ഡിസംബറിലാണല്ലോ ജഡ്ജ്മെന്റ് വന്നത്. കോൺഗ്രസ്സുകാരൻ എന്താ കോടതിയിൽ പോകാൻ വേണ്ടി? ഇവിടെയുള്ള ആള് പോലും അല്ല, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഈ പാർട്ടി സമ്മേളനത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ അമ്പലമുറ്റത്ത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോഴും അതിനോട് എതിർപ്പുള്ളവർ അവിടെയുള്ളവർ മാത്രമായിരിക്കില്ല, പുറമേയുള്ളവരും ഉണ്ടാകും. കാണേണ്ടതില്ല. ഇത് നമ്മുടെ ഒരു ആസ്വാദകർ ഒരു കവിതയോ അല്ലെങ്കിൽ പാട്ടോ വരുമ്പോൾ ആസ്വാദകരുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു പാട്ട് പാടിപ്പോയാൽ DYFI ആശയ പ്രചരണത്തിനൊക്കെ എടുക്കുന്ന വേദിയായി മാറ്റുമെന്ന് നിങ്ങൾ ധരിക്കരുത്. നമ്മുടെ ഈ പ്രദേശത്ത് DYFI സ്വന്തമായി കിച്ചണുള്ള സ്ഥലമാണ്. എല്ലാ ദിവസവും ആശുപത്രിയിൽ ചോറ് വേവിച്ചു കൊണ്ട് കൊടുക്കാൻ സ്വന്തമായി കിച്ചണുള്ള സ്ഥലമാണ് നമ്മുടെ ഈ പ്രദേശം കടക്കല്. അതുകൊണ്ട് തന്നെ DYFIക്ക് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു പരിപാടി നടത്തി ആശയപ്രചരണത്തിന് ആവശ്യമില്ല. ഇത് പ്രേക്ഷകർ ആവശ്യപ്പെട്ടു. അത് ആവശ്യപ്പെടുമ്പോൾ ആ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായി അവരുടെ ഓപ്പറേറ്ററാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ വിഷ്വൽ വന്നു എന്നുള്ള യാഥാർത്ഥ്യം അതൊരു വലിയതാണ്. പിന്നെ നേരത്തെ പറഞ്ഞു ഈ കലകളെല്ലാം ഈ പേക്കൂത്ത് എന്നൊക്കെ ഒരു വാക്ക് ഉപയോഗിച്ചു. എന്താണ് പേക്കൂത്ത് എന്ന് പറയുന്നത്? ഓരോരുത്തരും കലകളെ പല വിധത്തിലില്ലേ. വയലിനുണ്ട്, ഇപ്പൊ ചെണ്ടയുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഡ്രംസ്, പിന്നെ ഇതെല്ലാം
ഒന്നുമല്ല പേക്കൂത്തായിട്ട് ഉദ്ദേശിച്ചത്, ഒരിക്കലും അതൊന്നുമല്ല പേക്കൂത്തായിട്ട് ഉദ്ദേശിച്ചത്. അലോഷിയുടെ ഗാനത്തെയും പേക്കൂത്തായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അലോഷിയുടെ പാട്ടിനെ ആരും തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടിയുടെ വിപ്ലവ ഗാനത്തെയും തള്ളി പറഞ്ഞിട്ടില്ല. അത് കേട്ടാൽ എന്തായാലും രോമാഞ്ചമുണ്ടാകും, ഒരു സംശയവുമില്ല. പക്ഷെ അങ്ങനെയല്ല, ഈ അമ്പലനടയിൽ ഇങ്ങനെ പാർട്ടിയുടെ പതാക പാറി കളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ലാൽ സലാം പാടുന്നതും അതുപോലെ തന്നെ എന്താണ് അല്ലല്ല അരിവാൾ ചുറ്റി കണ്ടിരുന്നുവല്ലോ. നാടകത്തിന്റെ അവസാനം ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസാന സീനുണ്ട് ഇല്ലേ? ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് പോകുന്ന അവസാന സീനുണ്ട്. അതുപോലെ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ ആൾക്കാര് പിന്നെ എത്രയോ ദൂരെ നിന്നാണ് ഇത് കാണാൻ വരുന്നത്. അന്നൊന്നും ഇല്ലാത്ത വികാരമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ നടന്നു. കോൺഗ്രസിന്റെ സാഹിതിയുടെ നാടകം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, അതിവിടെ നടന്നാണ്. കോൺഗ്രസ് സംഘടനയുടെ അല്ലേ സാഹിതി എന്ന് പറയുന്നത്. KPSCയുടെ നാടകങ്ങൾ ഇവിടെ നടന്നില്ലേ? നമ്മള് ഈ ഇത് വരുമ്പോ പിന്നെ ഗാനമേള വരുമ്പോ നമ്മൾ ആവശ്യപ്പെടാറുണ്ട്, ഏതാണ് നാടക ഗാനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്, അവർ പാടാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം നമ്മള് ആവശ്യമില്ലാത്തൊരു ചർച്ചയിലേക്കും ആവശ്യമില്ലാത്ത മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതിലേക്കും കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമില്ല. ആ പരിപാടി കഴിഞ്ഞു. അടുത്ത ദിവസം വിനീത് ശ്രീനിവാസന്റെ പരിപാടി, അടുത്ത ദിവസം തിരുമാലി എന്ന് പറയുന്ന ഒരാളിന്റെ ഒരു പരിപാടി. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ചോദിച്ചോട്ടെ. അവിടെ ആൾക്കാർ ഏതെങ്കിലും ഭക്തിഗാനം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? ഏതെങ്കിലും ഭക്തിഗാനം വേണമെന്ന് പാടാൻ ആവശ്യപ്പെട്ടിരുന്നു? പാടുകയും ചെയ്തല്ലോ. ഏത് ഭക്തിഗാനം അലോഷി പാടി? അലോഷി പാടി ഏതൊക്കെ ഭക്തിഗാനം പാടി? അലോഷി ഏതൊക്കെ ഭക്തിഗാനം പാടി? എല്ലാ പാട്ടും ഞാൻ കേട്ടോണ്ടിരുന്നില്ല. അവിടെ പാടി അലോഷി പാടി ഏതൊക്കെ ഭക്തിഗാനം നിങ്ങൾക്കറിയാം? അല്ല, ഈ പാടിയ പാട്ടെല്ലാം അവിടെ കേട്ടോണ്ടിരിക്കുകയോ ഒന്നും അല്ലെ എന്റെ പണി. ഞാൻ അല്ല, അലോഷി പാടിയ ഏതൊക്കെ ഭക്തിഗാനങ്ങളാണെന്നാ ചോദിച്ചത്. ആദ്യം പാടുന്ന പാട്ടേതാ? ആദ്യം പാടുന്ന പാട്ടേതാ? അല്ലല്ല, അലോഷി പാടി ഏതൊക്കെ ഭക്തിഗാനാണെന്നാ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ഗാനമേളയല്ലോ, അദ്ദേഹം ഒരു ഗസൽ ഗായകൻ. നാടകഗാനങ്ങൾ പാടി, സച്ചിദാനന്ദന്റെ പാട്ട് പാടി. അദ്ദേഹം ഒരു ഗസൽ ഗായകനല്ലേ? അല്ലല്ല, അദ്ദേഹം ഒരു ഗസൽ ഗായകനാണ്. അല്ലല്ല, അദ്ദേഹം ഒരു ഗസൽ ഗായകനാണ്. അദ്ദേഹം ഒരു ഗസൽ ഗായകനാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് വിപ്ലവ ഗാനങ്ങൾ പാടുന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പേരുള്ളത്. അങ്ങനെയുള്ള അദ്ദേഹത്തിനോട് അല്ലല്ല, അങ്ങനെയുള്ള അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കും. അല്ലല്ല, അതല്ല തിരുമാലി അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് വിനീത് ശ്രീനിവാസനുമല്ല. ഞാൻ പറയുന്നത് അമ്പലത്തിൽ പരിപാടി നടത്തുമ്പോൾ ഭക്തിഗാനങ്ങൾ, ഏതൊക്കെ ഭക്തിഗാനങ്ങൾ അവിടെ ആൾക്കാർ ആവശ്യപ്പെട്ടു. അല്ലല്ല, അങ്ങനല്ല, ഏതൊക്കെ ഭക്തിഗാനങ്ങൾ ആവശ്യപ്പെടുകയും ബാക്ക്ഗ്രൗണ്ടിലെ LED ബോളിൽ ഏതൊക്കെ ദേവിയുടെ ചിത്രങ്ങൾ, ദേവന്മാരുടെ ചിത്രങ്ങൾ അലോഷിയുടെ ഗാനമേളയിൽ കാണിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ആവശ്യപ്പെട്ടത് പാടിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതിനാണ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ അതാണ് പറഞ്ഞത്, പാർട്ടി ചിഹ്നവും പാർട്ടി കൊടിയും DYFIയുടെ കൊടിയും ഇതെല്ലാം വന്നത് ഈ പാട്ടിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രചാരണ കേന്ദ്രമായിട്ട് മാറി എന്നുള്ളത്. അതല്ലാതെ വേറെ ഏത് പാട്ട് ആവശ്യപ്പെട്ടു എന്നാ ചോദിച്ചത്? വേറെ ഏത് പാട്ട് ആവശ്യപ്പെട്ടു എന്നാ ചോദിച്ചത്? വേറെ ഏതൊക്കെ ദൈവങ്ങളാണ് അലോഷിയുടെ ഗാനമേളയിലെ ബാക്ക്ഗ്രൗണ്ട് LED ബോളിൽ ഉണ്ടായിരുന്നത്? 2 പാട്ടാണല്ലോ പാടിയത്. ബാക്കിയെല്ലാം ഈ പിന്നെ എന്താണ് ആവശ്യപ്പെടുന്നതും വിനീത് ശ്രീനിവാസൻ വന്നു. ശരി, ഞാൻ ഡോക്ടർ GV ഹരി, സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അമ്പലമുറ്റത്ത്. അതുപോലെ തന്നെയാണ് പഴയ നാടകങ്ങളുടെ കാര്യമൊക്കെ പറയുന്നത്. അന്നൊന്നും ആർക്കും ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഹരി, നോക്കൂ മഞ്ജുഷേ, ഇതിനകത്ത് ഞാനിപ്പോ ഡോക്ടർ ജയരാജും അതോടൊപ്പം ദീപുവും പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ സെന്റർ തന്നെയാണ്. അതിനകത്തൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷെ കൾച്ചറലെസ് പ്രോഗ്രാം നടത്താനുള്ള പരിപാടിയല്ല ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കൾച്ചറൽ പ്രോഗ്രാമാണ്. അപ്പൊ നോക്കൂ, വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ, ഇത് നാടകഗാനാണ്. അപ്പൊ ഈ നാടകഗാനം എഴുതിയത് ONV ആണ്. അത് സംഗീതം ചെയ്തത് ദേവരാജനാണ്. സുലോചനയാണ് അത് പാടിയത്. ഈ ഗാനങ്ങൾ കേരളത്തിലെ ഒരുപാട് അമ്പലമുറ്റത്ത് പാടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. നേരത്തെ ഇവിടെ ദീപ് ചോദിച്ച പോലെ ഞങ്ങളുടെ നാടക സംഘം സംസ്കാര സാഹിതിയുടെ മഹേഷ് നേതൃത്വം കൊടുക്കുന്ന മഹേഷ് ഇപ്പൊ അവിടെ അഭിനയിക്കുകയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഇപ്പൊ നേരത്തെ ശ്രീത്ത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഈ പാട്ടിനോടല്ല നമ്മുടെ എതിർപ്പ്. ഈ പാട്ടുകൾ പാടട്ടെ. പാട്ടുകൾ ഏതായാലും ജനം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ജനത്തിന് അത് ഇഷ്ടമാണെങ്കിൽ അതാകാം. പക്ഷേ അതിന്റെ മറവിൽ എന്തിനാണ് ഈ പൊടികൾ കാണിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. പാട്ട് ആസ്വദിക്കുന്നതിന് ഒരു പ്രയാസം ശ്രീത്വമാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ട് ഈ
മാജിക് ഷോ തുടങ്ങുന്ന കാലഘട്ടത്തിൽ, ഇപ്പൊ മുതുകാട് സാറിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചെറിയ ചില്ലറ മാജിക് ഒക്കെ അവതരിപ്പിക്കുന്ന ആളുകൾ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുവരും. ഒരു കൂട്ടുകാരെ കൂടെ കൊണ്ടുവന്നിട്ട് ഏറ്റവും പുറകിൽ ബാക്കിൽ ഇരിക്കാൻ പറയും അവനോട്. എന്നിട്ട് പറയാം ഈ മാജിക് തുടങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വരും, എന്താ പറയുക, അവൻ ചാടി കഴിഞ്ഞിട്ട് കൈമൊക്കിയിട്ട് വരും. മനസ്സിലായില്ല, അവൻ ചാടി കൈമൊക്കിയിട്ട് വരും. ബാക്കി മാജിക് കണ്ടോണ്ടിരിക്കുന്നത് അവന്റെ പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ ഇയാൾ തന്നെ എടുത്ത് കൊടുത്ത് കാണിക്കും എന്ന് പറയുമ്പോൾ നേരത്തെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. നിങ്ങൾ ആ വിഷ്വൽ നോക്കൂ, ആ മനോഹരമായിട്ടുള്ള വിഷ്വൽ. ആ വിഷ്വൽ ഈ ക്ഷേത്ര ആരാധനാലയത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര അമ്പലത്തിനകത്ത് ഓഡിറ്റോറിയത്തിൽ അതിനെ ഞാനൊരു മനോഹരമായിട്ടുള്ള സംവിധാനമായിട്ടാണ് കാണുന്നത്. തെറ്റൊന്നുമില്ല. ഇതിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ അമ്പലത്തിനകത്ത് കൊണ്ടുവന്ന് ഇത് കാണിക്കേണ്ട കാര്യമില്ല. അത് തെറ്റ്. ഒന്ന്, അത് നിങ്ങൾ അംഗീകരിക്കും. രണ്ട്, ജയരാജ് പറഞ്ഞല്ലോ, ജയരാജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നെതിരല്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, അവിടെ മെഡിക്കൽ കോളേജിൽ വളരെ നല്ല പദ്ധതിയാണ്. ആ പദ്ധതിയൊക്കെ നടത്തി നിങ്ങൾക്ക് ഈ വോട്ടൊന്നും വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് ആ പൊതിച്ചോറ് കാണിച്ചാൽ പോലെ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് അറിയോ മഞ്ജുഷേ? അതായത് BJP-ക്കാര് കൊടികെട്ടി കൊണ്ടു പോകുന്നതാണ്. ഞാൻ അതിനെ എതിർക്കുന്ന ആളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയിൽ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ആറ്റുകാൽ പൊങ്കാല ഇന്നലെ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. കാലടിയില് ഞങ്ങള് എല്ലാ ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്ന ആളുകളാണ്. അവിടെ കാലടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇപ്പൊ ശ്രീത്തോടെ മഞ്ജുഷോടെ പോയി നോക്കിയാൽ അവിടെ ഒരു അന്നദാന പെട്ടി വെച്ചിട്ടുണ്ട്. കാലടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ്. എല്ലാ ദിവസവും 10 പൊതി അതിനകത്ത് വെച്ചിരിക്കും. ആർക്കും വേണം എടുക്കാം. അത് BJP-ക്കാരെടുത്തോളൂ, RSS-കാരെടുത്തോളൂ, ആരും കുഴപ്പമില്ല. അവിടെ HSR എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, ഹരിശ്രീ റെസിഡൻസ് അസോസിയേഷൻ കാലടിയിൽ. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അവരവിടെ ഭയങ്കരമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഏതാണെന്നറിയാം, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇന്നലെ ആ പരിപാടി നോക്കുമ്പോൾ എവിടെന്നോ വലിയ 407 വണ്ടിയിൽ, ഈ വലിയ നമ്മുടെ ടിപ്പർ ലോറിയിൽ ഈ എന്താണ് ഒരു സംഘടനയുടെ RSS എന്നാണെന്ന് എനിക്കറിയില്ല, അവിടെ RSS പിന്നെ പറഞ്ഞിട്ട് അങ്ങനെയാണ്, അവര് കൊണ്ട് ഇതിന്റെ മുമ്പിലിട്ട് കൊടുക്കുകയാണ്. ലോറിയിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുകയാണ്. വലിയ പ്രശ്നമായി, വലിയ ബുദ്ധിമുട്ടായി. എന്താ പ്രശ്നം? അപ്പൊ അവിടെ ആ HSR-യുടെ ഭാരവാഹികൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ഈ രാഷ്ട്രീയം കളിക്കരുതിനാണ്. ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് 10-20 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങളിത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇലക്ഷനൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് വോട്ട് വേണമല്ലോ. ഞങ്ങളുടെ വോട്ട് ഇവിടെയാണ്. എവിടെന്നോ വന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. അവിടെയുള്ള ആളുകളല്ല. ഞങ്ങളവിടെ 100 പൊതി കൊടുത്തു. ഞങ്ങൾ അത് അവിടെ നിന്ന് മാറിയത്. കാരണം ഇവരിത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. വർഷങ്ങളായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ചെയ്യാനായിട്ട് BJP-യും ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല. അതിന് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. അത് DYFI ചെയ്താലും അതിന് യൂത്ത് കോൺഗ്രസ് ചെയ്താലും. അതാണല്ലോ ഇപ്പോൾ DYFI-യും CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ഹിന്ദു വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അതിനകത്തുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല. GV ഹരി കോൺഗ്രസ് അത് കാണുന്നില്ല. കോൺഗ്രസ് വീണ് പോകുന്നത്. ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ, രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളെ, അത് പ്രചരിപ്പിക്കുന്ന ആളെന്ന നിലയിൽ നിങ്ങൾ ഈ പറഞ്ഞത് പിൻവലിക്കണം. ഹിന്ദു വോട്ടെന്നൊരു വോട്ടിലിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ടെർമിനോളജികളാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കുള്ള വോട്ട് എവിടെയുള്ളൂ. അവിടെ മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട്, ക്രിസ്ത്യാനി വോട്ട്, അതോടൊപ്പം തന്നെ ഈഴവ വോട്ട്, നായർ വോട്ട്, ഇതൊന്നുമില്ല. ഒരു ഉദാഹരണം കൂടെ പറയാം. നായർ വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, എത്രയോ വർഷങ്ങളായി മന്നം സമാധി നടക്കുന്നുണ്ട്. മന്നം സമാധി മഞ്ജുഷൻ അറിയാലോ, 2 ദിവസമാണ് മന്നം സമാധി നടക്കുന്നത്. മന്നം സമാധിയുടെ തലേ ദിവസം നടക്കുന്ന പരിപാടി, അവിടുത്തെ പരിപാടി എന്നറിയോ? ഒന്ന് മേജർ സെറ്റ് കഥകളിയാണ്. മേജർ സെറ്റ് കഥകളിയാണ്. ശ്രീത്തിന് അറിയാത്തതല്ല. എത്രയോ വർഷങ്ങളായിട്ട് പലരും ചോദിച്ചു സാറിനോട്, സാറേ കാലം മാറിയില്ലേ, നമുക്കവിടെ ഗാനമേള വെച്ചൂടെ, നമുക്ക് അത് വെച്ചൂടെ? സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ NSS-ന് ഒരു പാരമ്പര്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. വേറെയും ഒരുപാട് സംഘടനകൾ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള സംഘടന എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഇത്തരത്തിൽ സംസ്കാരപരമായി കൾച്ചറൽ, അവിടെ ആ വാക്ക് ജയരാജന്റെ വാക്ക് ഞാൻ കണ്ടെടുക്കുകയാണ്, കൾച്ചറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നു. അത് കേരളത്തിന്റെ കലയാണ്. കേരളത്തിന്റെ കലയാണ് കഥകളി. ഇനി പേക്കൂത്തിനെ കുറിച്ച് ചർച്ചയോട് ഞാൻ കാരണം പറയാം. കൂത്ത് മോശമാകുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അത് വെറും പേക്കൂത്തായിരുന്നു എന്നാ പറയുന്നത്. മനസ്സിലായേ? കൂത്തെന്ന് പറഞ്ഞാൽ അറിയാലോ, നങ്ങ്യാർ കൂത്തുണ്ട്, ചാക്യാർ കൂത്തുണ്ട്. ആ കൂത്ത് മോശമായി വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന പ്രയോജനമാണ് അത് പേക്കൂത്തായിരുന്നു എന്നുള്ളത്. അതേ സാധനമാണ് മോശമായി പോയിട്ടാണ് ആളുകൾ പറഞ്ഞത്, മഞ്ജുഷ എന്ന് പറഞ്ഞത് പേക്കൂത്താണ് കാണിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് മഞ്ജുഷ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിനകത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യ രീതിയിൽ രാജ്യത്തിന്റെ ഭരണഘടന നിർദ്ദേശിക്കുന്ന 5 വർഷത്തിനത്തിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പുകളിൽ ജാതിയും മതവും കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. അത് DYFI ചെയ്താലും, അതിനകത്ത് RSS ചെയ്താലും, അതിനകത്ത് BJP ചെയ്താലും, കോൺഗ്രസ് ചെയ്താലും. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആൽത്തറ ക്ഷേത്രത്തിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആ മ്യൂസിയം പോലീസിന്റെ നോട്ടീസ് തന്നെ, അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിതോരണങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്. കഴിഞ്ഞ 5 വർഷക്കാലമായി അവിടെ എഴുത്തിനിരുത്തുന്നത്, അവിടെ നമുക്കറിയാവുന്നതുപോലെ നവരാത്രി ദിവസത്തിലെയും എഴുത്തിനിരുത്ത് ഹരിശ്രീ കുറിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനാണ് അവിടെ ഹരിശ്രീ കുറിച്ച് കഴിഞ്ഞ 5 വർഷമായി. നിങ്ങൾ പരിശോധിച്ചു, അന്വേഷിച്ചു നോക്കൂ. കഴിഞ്ഞ 5 വർഷമായി
ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഞങ്ങള് ഇപ്പൊ BJP-യുടെ സംവിധാനത്തിലേക്ക് കുറെ ആളുകൾ അതിനെ കയറുന്നു. അപ്പൊ GV ഹരി കോൺഗ്രസ് ആണ്. ഞാൻ അധ്യാപകർ എന്ന നിലയിലാണ് എന്നെ അവിടെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി, ഇത് സത്യമില്ല, ഞാൻ ഈ പറയുന്ന അന്വേഷിച്ചു നോക്കും, നിങ്ങൾ ശ്രീ തടക്കമുള്ള ആളുകൾ അന്വേഷിച്ചു നോക്കും ശരിയാണോ എന്ന്. ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കൊന്ന് കുറഞ്ഞത് ഞാൻ ഒരു 100 കുട്ടികളെ എടുത്തിരുത്തിയിരുന്നു 5 വർഷം. എനിക്ക് വലിയ വിഷമമുണ്ടായി. അന്വേഷിച്ചപ്പോൾ എന്താ കാര്യം അറിയോ, BJP-യുടെ കുറച്ച് ആളുകൾ അതിനകത്തേക്ക് വന്നു. അവർ മധുസൂദൻ സാറിനെ വിളിച്ചു. സാറ് ഒരു തവണ വന്നു, അടുത്ത തവണ വന്നില്ല സാർ, അതിന്റെ അടുത്ത വർഷമായിട്ട് വന്നില്ല. കഴിഞ്ഞ 2 വർഷമായി എന്നെ അവർ വിളിക്കുന്നില്ല. എന്താ കാര്യം അറിയോ, അധ്യാപകൻ എന്ന നിലയിലാണ് എന്നെ അവിടെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഞാൻ കോൺഗ്രസ്സുകാരനായിപ്പോയി. BJP ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന അതേ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന BJP-വൽക്കരിക്കുന്ന സമീപനം ആൽത്തറ ക്ഷേത്രത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല. പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി. അവിടെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ കടക്കലിലുമായ ഇടപെടൽ ഉണ്ടാകേണ്ടതാണല്ലോ. അല്ല, കടക്കലിലുമായ ഇടപെടൽ ഉണ്ടാകേണ്ടതാണല്ലോ. നിങ്ങളാരും പരാതിയുമായിട്ട് പോയില്ല, അതുകൊണ്ടായിരിക്കും. 100% അടിക്കണം, 100% അടിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സംശയമില്ല കാര്യത്തിൽ. സയ്യിദ്, അതിനുള്ള മറുപടി പറയൂ. അല്ല, നോക്കൂ, ഇത് ഓരോ ഭരണസമിതിയിലേക്കും ഏത് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ സ്വഭാവം ആ കമ്മിറ്റിക്കും ആ ക്ഷേത്രത്തിൻ്റെ പരിപാടികൾക്കും എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായിട്ട് നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, പല സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ സ്വഭാവം എന്താണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും അവിടെ നടത്തിയിരിക്കുന്ന പല പരിപാടികളുമായി ബന്ധപ്പെട്ട് ആ രാഷ്ട്രീയം വന്നിട്ടുള്ളതിനെ പറ്റി നമുക്കറിയാം. സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ വേദികൾ കിട്ടാത്ത ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്ഥലത്ത് വേദികൾ കിട്ടും. ചില ആൾക്കാരെ പ്രത്യേകമായി കൊണ്ടുവന്ന് ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. അതെല്ലാം തന്നെ അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷന്റെ ഭാഗമായിട്ടാണ്. ചെയ്യാവുന്ന കാര്യമാണോ? നിശ്ചയമായിട്ടുമല്ല. അങ്ങനെ രാഷ്ട്രീയം കലർത്താനായിട്ട് ഏത് രാഷ്ട്രീയമാണെങ്കിലും കലർത്താനായിട്ട് കഴിയില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ കാണുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. എന്ത് ഇടപെടലാണ് ഉണ്ടായത്? ഒരു ഇടപെടലുമില്ല. ഇതിനു മുമ്പ് ഒരു ക്ഷേത്രത്തിന്റെ മൈതാനിയിൽ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് പോലീസിന് മിണ്ടാൻ പറ്റുമോ? കാരണം അത് സർക്കാരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടിയിട്ടാണ് ആ സംവിധാനം ചെയ്യുന്നത്. ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് പോലീസ് ഇടപെടുന്ന സമയത്ത് പോലീസ് പറയുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, മറുപക്ഷത്ത് എതിർപ്പ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ക്രമസമാധാനത്തിലേക്ക് അത് നയിച്ചേക്കാം എന്ന് പോലീസിന് അത് പറയേണ്ടി വരുന്നതും അതിപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിക്കുകയും ചെയ്തു. അല്ല, ഇതിലെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. അതായത് പോലീസിന് സ്വതന്ത്രമായിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇടപെടാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ? അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഇത് നമ്മുടെ അമ്പലങ്ങളിലെ മാത്രം കാര്യമല്ല. കുറച്ച് നാൾ മുമ്പ് മഞ്ജുഷിന് ഓർമ്മയുണ്ടാകും, നമ്മുടെ സംവിധായകൻ ശ്രീ കമൽ ചലച്ചിത്ര അക്കാദമിയുടെ ഇടത് സ്വഭാവം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞിട്ട് ഒരു കത്തയച്ചത് ഓർമ്മയില്ലേ? അപ്പൊ എന്തിനാണ് ഈ ഇടത് സ്വഭാവം ഒരു സംഘടനയ്ക്ക് ഉണ്ടാകുന്നത്? എന്തിനാണ് ഒരു ഭരണസമിതിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാകുന്നത്? അങ്ങനെ ഇടതോ വലതോ സെന്ററോ ഒന്നും തന്നെ ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല. ഇവിടുത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള വാദം ഞാൻ കേട്ടത്, ഒന്ന്, ഡിവൈഎഫ്ഐക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പറയുന്നത് എന്താണ്? ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്, ഡിവൈഎഫ്ഐ മറ്റുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്, ഡിവൈഎഫ്ഐക്ക് വേണമെങ്കിൽ വേറെ വേദികൾ കിട്ടും, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അവർ പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അവർക്ക് വേറെ വേദികൾ കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ അതിന് പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഇതിനേക്കാൾ വലിയ പരിപാടി വേണം, AR റഹ്മാനെ കൊണ്ടുവരാനുള്ള പൈസ അവർക്ക് പിരിച്ചെടുക്കാനുള്ള ആവതുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പ്രശ്നം ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ട് ഡിവൈഎഫ്ഐയുടെ പേര് പറയുകയല്ലെന്നേ. ഇപ്പൊ വേറെ ആരെങ്കിലും ഒരു പരിപാടി നടത്തിയതിനു ശേഷം ഇത് നടത്തിയത് ഡിവൈഎഫ്ഐ ആണെന്ന് ആരോപിക്കുകയല്ല, ഡിവൈഎഫ്ഐ തന്നെയാണ് നടത്തുന്നത്. കമ്മിറ്റിയിൽ നമ്മുടെ എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനക്കാരും ഉള്ള കമ്മിറ്റിയാണ് ക്ഷേത്ര കമ്മിറ്റി. അല്ല, അതുകൊണ്ട് കമ്മിറ്റിയോ ഡിവൈഎഫ്ഐയുടെ കമ്മിറ്റിയോ ഒന്നും അല്ല. അല്ല, അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ സംഘടനകൾക്കും അങ്ങ് അല്പം മുമ്പ് പറഞ്ഞത്, ഇപ്പൊ അങ്ങ് എന്തിനാ കമ്മിറ്റിയെ പറയുന്നത്? ഇത്തിരി മുമ്പ് അങ്ങ് പറഞ്ഞത് കമ്മിറ്റിക്ക് ലിമിറ്റഡ് റോളാണ്, ലൈറ്റ് ആൻഡ് സൗണ്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഇപ്പൊ എന്തിനാ കമ്മിറ്റിയിലെ രാഷ്ട്രീയ സ്വഭാവം പറഞ്ഞത്? ഇപ്പൊ പിന്നെ രാഷ്ട്രീയ സ്വഭാവം പറയുന്നത് എന്തിനാ? അല്ല, ഇപ്പൊ പിന്നെ രാഷ്ട്രീയ സ്വഭാവം പറയുന്നത് എന്തിനാ? അല്ല, ഞാൻ പറയുന്നത് എന്റെ പോയിന്റിലല്ല വ്യത്യാസം, അങ്ങയുടെ പോയിന്റിലാണ് മാറ്റം വരുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. കമ്മിറ്റിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ശരി, കമ്മിറ്റിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലോ, എല്ലാ പാർട്ടിക്കാരും കമ്മിറ്റിയിലുണ്ട്. ശരി, കോൺഗ്രസിന് അനുഭവമായിട്ടുള്ള ഏത് പാട്ടാണ് അവിടെ പാടിയത്? RSSന്റെ ഏത് ഗണഗീതമാണ് പാടിയത് അവിടെ? അതാ പ്രശ്നം. പ്രശ്നം വേണ്ട, നിങ്ങൾ ഒന്നും വേണ്ട. മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള രഘുപതി രാഘവ രാജാറാം എന്ന് പാടിയാൽ മതി. മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള രഘുപതി രാഘവ രാജാറാം എന്ന് പാടിയാൽ മതി. ആരെങ്കിലും ചോദിച്ചോ? മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള രഘുപതി രാഘവ രാജാറാം എന്നുള്ള പാട്ട് അങ്ങ് പാടിയോ? കേൾക്കുന്നില്ലേ? വൈഷ്ണവ ജനതോ എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് പാടിയോ? അതെന്താ ഗാനമേളയ്ക്ക് പാടൂല്ലേ? ഏത് ഗാനമേളയ്ക്കായിട്ടാ ഈ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നേ? മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ഗാനമേളയ്ക്ക് പുഷ്പനെ അറിയാമോ? ഞാൻ കേട്ടിട്ടില്ല ചേട്ടാ, നമ്മൾ ആരും കേട്ടിട്ടില്ല ചേട്ടാ. മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന,
നിൽക്കൂ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഗാനമേള ട്രൂപ്പാണല്ലോ അവർ. ഇന്നേ വരെ DYFI സിന്ദാബാദ് DYFI സിന്ദാബാദ് എന്നൊരു പാട്ടും പാടിയിട്ടില്ല. അങ്ങനെ പാടില്ലെന്നേ. അവർക്ക് ഔചിത്യം ഉണ്ടെന്നേ. അവർക്ക് ഔചിത്യം ഉണ്ടെന്നേ. ഇനി പാർട്ടി വേദിയിലാണെങ്കിൽ ശരിയാ. അല്ലല്ല, പാർട്ടി വേദിയിലാണെങ്കിൽ ശരിയാന്നേ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വൈഷ്ണവ ജനതോ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം അതോ വിനീത് ശ്രീനിവാസനോ ഒന്നുമല്ല. ഇവിടുത്തെ വിഷയം അതല്ല. നോക്കൂ, അങ്ങ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അങ്ങേക്ക് അതിന്റെ ശീലമില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് അങ്ങാണ് ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. താങ്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം അവിടെ ദീപു പറയുന്ന പുഷ്പനെ അറിയാമോ എന്നുള്ളത് ഒരു അത് പാർട്ടിയുടെ ഒരു വിപ്ലവഗാനമായിട്ട് ദീപു പറയുന്നില്ല. അതെനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പാർട്ടിയുടെ മാത്രം ഗാനമാണ് പുഷ്പനെ അറിയാമോ എന്നുള്ളത്. പാർട്ടിയുടെ പോരാട്ടത്തിന്റെ ഗാനമാണത്. അത് പാർട്ടി വേദികളിലാണ് ഉയർന്നു കേൾക്കാറുള്ളത്. അല്ല, അതുപോലെയുള്ള മറ്റേ പിന്നെ KPSCയുടെ ഒന്നും പാർട്ടിയുടെതല്ല, ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. KPSC നാടകമാണ്. നിങ്ങളുടെ പുഷ്പന് നാടകമാണോ? അല്ലല്ലോ, പുഷ്പൻ ജീവിതമല്ലേ, മറ്റേ നാടകമല്ലേ? അതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. KPSC നാടകമല്ലേ? ജനങ്ങളെന്ന് അതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ ദീപു. അത് CPM കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തത് മാത്രമാണ് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട്. ജനങ്ങളൊന്നും അത് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഈ നൂറ് പൂക്കളെ എന്നുള്ള പാട്ട് ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തതന്നെ. അത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്ത പാട്ടാണ്. നിങ്ങളുടെ ചിന്തയാണിത്. നോക്കൂ, ഇതാ പ്രശ്നം. ശ്രീ ദീപു ഇപ്പൊ പറയുന്നത് ശരിയായ CPM-കാരനായിട്ടാണ്. താങ്കൾ ഇപ്പൊ പറയുന്നത് ശരിയായ CPM-കാരനായിട്ടാണ്. താങ്കളുടെ അതേ ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഗാനമേള സംഘടിപ്പിക്കപ്പെട്ടത്. മറ്റ് ചിന്താഗതി ഉള്ളവർക്ക്, മറ്റ് രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവർക്കൊന്നും ഇതിനകത്ത് ഇടപെടാനേ കഴിയില്ല. കാരണം ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഇത് നടന്നത്. അതാണല്ലോ സംഭവം. കാര്യങ്ങൾ വ്യക്തമാവുകയാണല്ലോ ജയരാജ്. പാർട്ടി ഗ്രാമം എന്നൊരു ഗ്രാമം ഉണ്ടാ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ജിഹാദ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ന്യൂനീകരിച്ച് കാണണ്ട. ഉദാഹരണത്തിന് വെള്ളായണി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം തോരണം കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് ദേശീയ ചാനലിൽ നടത്തിയ പല ചർച്ചകളിലും പങ്കെടുത്ത ഒരാളാണ്. അവിടെ ഇതുപോലെ ഈ കാവിക്കൊടികൾ കംപ്ലീറ്റ് അങ്ങ് കെട്ടിരിക്കുകയാണ്, സാഫ്രണൈസ് ചെയ്ത് കംപ്ലീറ്റ് സ്ഥലങ്ങളും. ഏതാണ്ട് വെള്ളായണി ജംഗ്ഷൻ തൊട്ട് അങ്ങേയറ്റം ദേവി ക്ഷേത്രം വരെ. അതിനെതിരെ എതിർപ്പുണ്ടായി. ആളുകൾ അത് പോലീസ് വന്ന് എല്ലാ സാധനങ്ങളും അഴിപ്പിക്കേണ്ടി വന്നു. ഉടനെ അത് ദേശീയ ചാനലിൽ ചർച്ചയായി. ഇവിടെ സാഫ്രൻ ഫ്ലാഗ് കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അവർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു പള്ളിയുടെ പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഉറൂസിന് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും കളറ് കെട്ടുമോ എന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചത്. സെമിറ്റിക് മതങ്ങളെയും പേജൻ റിലീജിയനെ ഒരേപോലെ കാണുന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് അത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കാറുണ്ട്. മനഃപൂർവ്വമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പരിപാടികൾ നടത്തുമ്പോഴും അതിനെ ഒരു രാഷ്ട്രീയ. ഇപ്പൊ ഹൈക്കോടതി വിധിയുടെ കാര്യം പറഞ്ഞു. ശബരിമലയിൽ ഹൈക്കോടതി വിധി വന്നതാണല്ലോ. സഭാ തർക്കത്തിൽ ഹൈക്കോടതി വിധി വന്നതാണല്ലോ. ഇത് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഈ പറയുന്ന ന്യായം പറയുന്ന ആളുകൾ തന്നെ അതിന്റെ മുന്നിൽ നിന്ന് എതിർക്കുകയും ആദ്യമേ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ മുന്നിൽ നിന്ന് അതിനകത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുകയും ചെയ്യുന്നല്ലോ. ഇതിനകത്ത് വേറെ ഒന്നുമല്ല. ഇതിനകത്ത് തുച്ഛമായ രാഷ്ട്രീയ ഇത് കണ്ടെത്തണം. എന്താണ് എന്ന് പറയുന്നത്, അവിടെ കയറി ക്ഷേത്രത്തിൽ കയറി ഇങ്ങനെ പാർട്ടി വിപ്ലവഗാനം പാടി ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചടക്കാൻ പോവുകയാണ്, എല്ലാ ആളുകളെയും ഇവിടുന്ന് ഓടിക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള ഒരു വിവക്ഷ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചയാണ്. കടക്കലിലെ ജനങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല, അമ്പല കമ്മിറ്റിക്ക് അതിനകത്ത് പ്രശ്നമില്ല. അവിടെ പരിപാടി നടന്നു, അടുത്ത ദിവസം പരിപാടി നടന്നു, അതിന്റെ അടുത്ത ദിവസം പരിപാടി നടന്നപ്പോ ഇതാണ്. തുഷാർ ഗാന്ധിയെ തടഞ്ഞതിന് ഇവിടെ ആർക്കും ഒരു ചർച്ചയും വേണ്ട. തുഷാർ ഗാന്ധിയെ തടഞ്ഞ് മഹാത്മാഗാന്ധിയുടെ മകനെ തടഞ്ഞതിനെ കുറിച്ച് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പ്രതികരിച്ചോ? കോൺഗ്രസ്സുകാരൻ പ്രതികരിച്ചില്ല. ആരെങ്കിലും ചർച്ച സംഘടിപ്പിച്ചില്ല. അപ്പൊ മഹാത്മാഗാന്ധിയെ വീണ്ടും കൊല്ലുന്നതിന് തുല്യമായിട്ടല്ലേ? ക്ഷമിക്കണേ, അങ്ങ് പത്രവും ടിവിയും വായിക്കുന്നില്ല, അതാ പ്രശ്നം. കാണുന്നില്ല. വൈകി വന്ന പ്രതികരണങ്ങളാണ്. വൈകി വന്ന പ്രതികരണങ്ങളാണ്. വളരെ വൈകി വന്ന് എല്ലാവരും പ്രതികരിച്ചെന്ന് പറഞ്ഞു. ക്ഷേത്ര കോമ്പൗണ്ട് നിറഞ്ഞു നിന്നത് സമാധാനപരമായി ഉത്സവം കണ്ടിട്ട് പരിപാടി കണ്ടുപോണ സ്ഥലമാണ് സാർ കടയ്ക്കൽ ക്ഷേത്രം. അത് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞാൻ ഡോക്ടർ ജയരാജ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ
നമ്മുടെ വെള്ളാടി ക്ഷേത്രത്തിലെ കാര്യം അക്ഷരം പ്രതി ശരിയാണ്, 100% ശരിയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ തൊട്ടടുത്ത് താമസിക്കും, എന്റെ നിയോജകമണ്ഡലത്തിലാണ്, നേമം നിയോജകമണ്ഡലത്തിലാണ്. അപ്പൊ ആ നിയോജകമണ്ഡലത്തിൽ നടക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ളത്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, ആറ്റുകാൽ ക്ഷേത്രമാണെങ്കിലും വെള്ളായണി ക്ഷേത്രമാണെങ്കിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെ ഈ സാഫ്രണൈസേഷൻ ഉണ്ട്, ഞാൻ അതിനെ സമ്മതിക്കും ചെയ്യാൻ. പക്ഷേ അതിന് പകരം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് ഇത് നമ്മൾ മറ്റു കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്തത് സെയിം അല്ലേ, ഇവർ ചെയ്തത് ശരിയല്ലേ? അങ്ങിപ്പോ നിരീക്ഷകനാണെന്നതിനോട് ഞാൻ പറയുന്നത്, അങ്ങനെ യോജിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാം. ഇനി താങ്കൾ പറഞ്ഞു കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, തുഷാർ ഗാന്ധി, ഞങ്ങളാണ് ആദ്യം പ്രതികരിച്ചത്. ശ്രീത്ത് പറഞ്ഞ പോലെ ഈ തടയുന്നതിന് മുമ്പ് പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഈ നിങ്ങളുടെ പറയാൻ ക്ഷമിക്കണം കേട്ടോ, അങ്ങ് CPN സഹയാത്രികൻ എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ നമുക്കറിയാവുന്ന മുൻ മന്ത്രി, അതോടൊപ്പം തന്നെ CPI രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗാന്ധിയും അതോടൊപ്പം തന്നെ ഗുരുദേവനും തമ്മിലുള്ള കാഴ്ച കണ്ടുമുട്ടിയ 100 വർഷത്തെക്കുറിച്ചുള്ള പരിപാടി ഞങ്ങൾ ആഘോഷിച്ചു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ പണി ഞങ്ങൾ വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. ഒരു സംശയം ആ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. ഇനി RSS അത് നിർത്തപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്, അവർ ചെയ്യാൻ പാടില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിഷമാണ്. ശരി, ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഹരി. തുഷാർ ഗാന്ധിയുടെ കാര്യം പറയുന്ന സമയത്ത് TP ശ്രീനിവാസനെ തല്ലിയതിൽ ഇപ്പോഴും ഖേദമില്ലാത്ത പാർട്ടിയാണ്. ഖേദമില്ലാത്ത പാർട്ടിയാണ്. നല്ലതുപോലെയുള്ള എല്ലാ നടത്തിപ്പിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടപെടാറുണ്ട്. അത് കോൺഗ്രസ് ഇടപെടാറുണ്ട്, CPM ഇടപെടാറുണ്ട്. എന്ത് തല്ലിയെന്നാണ് ഇപ്പോഴും പറയുന്നത്. അതെ, ഇപ്പൊ ക്ലിയർ ആയി, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് തുഷാർ ഗാന്ധിയെ നമുക്ക് സംരക്ഷിക്കാം, പക്ഷെ TP ചന്ദ്രശേഖരൻ TP എന്നുള്ള ഇനീഷ്യലാണ് തോന്നുന്നു പ്രശ്നം അല്ലേ? രണ്ട് കുതിര തമ്മിൽ അടി നടക്കാതിരിക്കുമ്പോ CPM ജില്ലാ സെക്രട്ടറി TP എന്നുള്ള ഇനീഷ്യൽ കണ്ടു കഴിഞ്ഞാൽ കൈതരിക്കുന്നു. ദീപു ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ദീപു. ശ്രീ പണിക്കർ, ഡോക്ടർ B ജയരാജ്, ഡോക്ടർ GV ഹരി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ക്ഷേത്രോത്സവത്തിൽ ചെങ്കൊടിയും പാർട്ടി ഗാനവും അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ 15% മാത്രം, അനുകൂലിക്കുന്നില്ല എന്ന് 85%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.